ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശുക്രാചാര്യരെ കുറിച്ച് മനസ്സിലാക്കാം. സപ്തർഷികളിൽ ഭൃഗു എന്ന ഋഷീശ്വരന്റെ പുത്രനാണ് ശുക്രാചാര്യൻ. വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ദേവഗുരുവായ ബൃഹസ്പതിയുടെ പിതാവായ അങ്കിരസിന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. സമപ്രായക്കാര് തന്നെയാണ് ബൃഹസ്പതിയും. ശുക്രാചാര്യരും ബൃഹസ്പതിയും വിദ്യ അഭ്യസിക്കുകയാണ്. ഇപ്പൊ സ്വന്തം മകനോട് കുറച്ച് പാർഷ്യാലിറ്റി എല്ലാം ഏതൊരു പിതാവിനും ഉണ്ടാവും. മാത്രമല്ല ശുക്രാചാര്യർക്കാണ് ശാസ്ത്രത്തിൽ കൂടുതൽ അറിവുള്ളത്, പെട്ടെന്ന് തന്നെ എല്ലാം ഗ്രഹിക്കാനുള്ള കഴിവുമുള്ളത്. അതുകൊണ്ട് തന്നെ പിതാവായ അങ്കിരസ് കുറച്ച് ബൃഹസ്പതിയെ കുറച്ചല്പം സ്നേഹം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യര് അവിടെ നിന്ന് ഇറങ്ങി ഗൗതമ മുനിയുടെ ആശ്രമത്തിലേക്ക് ചേരുകയാണ്. അങ്ങനെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം മുഴുവൻ അവിടെ വെച്ചാണ്. എല്ലാ അഭ്യാസങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം, എല്ലാ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ആരും നേടാത്ത ഒരു വിദ്യ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കാനായിട്ട് തപസ് അനുഷ്ഠിക്കുകയാണ്. ഒരു കൊടും തപസ് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. മൃത സഞ്ജീവനി മന്ത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തപസ്സായിരുന്നു അത്. അതിനായിട്ട് അദ്ദേഹം ചെയ്തത് തലകീഴായിട്ട്, തല താഴെയും കാലുമേലെയായിട്ട് ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചത്. ആഹാരവും വെള്ളം പോലും ഇല്ലാതെ തന്നെയായിരുന്നു. മുമ്പില് കുറച്ച് കരിയിലെല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടാവുന്ന പുക ശ്വസിച്ചാണ് അദ്ദേഹം ആ തപസ് അനുഷ്ഠിച്ചത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു തപസ്സാണെന്ന് തന്നെ പറയാം. ഇപ്പൊ ദേവന്മാർക്കെല്ലാം ഭയമായി. കാരണം ശുക്രാചാര്യർക്ക് ഈ സിദ്ധി ലഭിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടം. കാരണം ശുക്രാചാര്യരെ വേണ്ടത്ര പരിഗണന ദേവന്മാർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അസുര ഗുരുവായിരുന്നു ശുക്രാചാര്യ. അപ്പോൾ അസുരന്മാരുടെ കാര്യത്തിൽ എന്താവും? യുദ്ധമെല്ലാം നടന്നു കഴിഞ്ഞാല് ഈ മന്ത്രം സിദ്ധിക്കുന്നതിലൂടെ അസുരന്മാർക്ക് മരണമില്ല എന്നുള്ളതാവും. അപ്പൊ ഇത് ദേവന്മാരെ വളരെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ദേവേന്ദ്രന്റെ മകളായ ജയന്തിയെ അയക്കുകയാണ്, എങ്ങനെയെങ്കിലും ശുക്രാചാര്യരുടെ തപസ് മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ ജയന്തി വരികയും ആ പുകയില് ഈ മുളക് പൊടി പോലെയുള്ള ഖാരമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിക്ഷേപിച്ച് അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലേക്ക് ആക്കുകയാണ്. പക്ഷെ ദൃഢമായ ഒരു വിശ്വാസമുണ്ട്. താൻ ആ മഹാദേവൻ പ്രത്യക്ഷനാകുന്നത് വരെ എത്ര പ്രതിസന്ധി വന്നാലും തടലില്ല എന്നുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ സഹിച്ചിരുന്നു. തപസ് മുടക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷനാവുകയും അദ്ദേഹത്തിന് ആ വരം ലഭിക്കുകയും ചെയ്തു. ആ മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ജയന്തിക്ക് കുറ്റബോധം ഉണ്ടാവുകയാണ്. താൻ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു മനസ്സിന്റെ ആ വല്ലായ്മ കൊണ്ട് അദ്ദേഹത്തോട് ക്ഷമാപണം ചെയ്യുകയും ശുക്രാചാര്യരെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ദേവയാനി എന്നൊരു പുത്രി ഉണ്ടാവുകയും ചെയ്തു. ധാരാളം മക്കളുടെ കാര്യം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ദേവയാനി അതിൽ പ്രശസ്തയായിട്ടുള്ള ഒരു മകളാണ്. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്? ദേവലോകത്ത് ഇത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അപ്പൊ ബൃഹസ്പതിയുടെ മകനായ ഖജ എന്ന യുവാവിനെ ഗുരുവിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ശുക്രാചാര്യർ അവിടെ പോയിട്ട് ആശ്രമത്തിൽ പോയി ഈ മന്ത്രം പഠിക്കാൻ വേണ്ടി സൂത്രത്തില് അയക്കുകയാണ്. അങ്ങനെ ഖജ വന്ന് വളരെ ക്ഷമാപൂർവം ഗുരുവിനെ നല്ല രീതിയിൽ തന്നെ സുഖപ്പെടുത്തി എല്ലാ ശുശ്രൂഷകളും ചെയ്ത് എങ്ങനെയെങ്കിലും ഈ മന്ത്രം പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോ ദേവയാനിയെ കണ്ടുമുട്ടുകയും ദേവയാനിയോടൊരു സ്നേഹമുള്ളതായി നടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ മന്ത്രം പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ദേവലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ദേവയാനിയെ കൂട്ടിയില്ല എന്നുള്ളതാണ്. ഒരു കാപ്പട്യ സ്നേഹം മാത്രമാണ് താൻ കാണിച്ചത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇത് ദേവയാനിക്ക് വളരെ കോപമുണ്ടായി. ദേവയാനി ശപിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള മന്ത്രം ആവശ്യ സമയത്ത് ഉപയോഗമില്ലാതെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖജനെ ശപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശുക്രാചാര്യർക്ക് ഒരു കണ്ണ് നഷ്ടപ്പെടുകയുണ്ടായി. അതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്, വാമനാവതാരത്ത് ആ സമയത്ത് മഹാബലിയുടെ മുന്നിൽ വന്ന ആ ബ്രാഹ്മണൻ എന്ത് ചോദിക്കുകയാണ്? 3 അടി വേണമെന്ന് ചോദിക്കുകയാണ്.
അപ്പൊ മഹാബലി ദാനം കൊണ്ട് പ്രശസ്തി നേടിയിട്ടുള്ള ഒരു രാജാവായതുകൊണ്ട് ഒട്ടും തന്നെ സംശയമില്ലാതെ പറയുകയാണ് 3 അടിയല്ലേ എടുത്തോളൂ എന്ന്. പക്ഷെ ശുക്രാചാര്യർ ത്രികാലജ്ഞാനിയാണ്. ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിലുള്ളത് ആരാണ് എന്നുള്ളത്, മഹാവിഷ്ണു തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ബലിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ വരം കൊടുക്കരുത്, കുറച്ച് ഇതിൽ അപകടമുണ്ട് എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? മഹാബലി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്ന ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഗുരുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായതുമില്ല. അപ്പോ വാമനൻ ആ കമണ്ടലു എടുത്തപ്പോൾ ശുക്രാചാര്യർ എന്ത് ചെയ്യാണ്? ഒരു ചെറിയ ജീവിയായിട്ട് ആ കമണ്ടലുവിന്റെ വെള്ളം വീഴുന്ന ആ ദ്വാരത്തിൽ പോയി അടയുകയാണ് ചെയ്തത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് ദാനം ഏറ്റുവാങ്ങേണ്ടത്. അപ്പൊ ആ വെള്ളം വെളിയിലേക്ക് വരാതിരിക്കാൻ നോക്കണമെന്ന ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്തു. പക്ഷേ വാമനൻ എന്ത് ചെയ്യാണ്? ഒരു ദർഭപ്പുല്ലെടുത്ത് ആ കമണ്ടലുവിന്റെ അധോരത്തിലൂടെ ഒന്ന് കുത്തുകയാണ്. അത് ശുക്രാചാര്യരുടെ കണ്ണിൽ തട്ടുകയും അങ്ങനെ ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്യുന്നു. അതിലൂടെ തന്നെ മഹാവിഷ്ണുവിനോട് ഒരു അപ്രീതി എപ്പോഴും ശുക്രാചാര്യർക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. നാം ഇനി ജ്യോതിഷത്തിലേക്ക് പോവുകയാണ്. ജ്യോതിഷത്തില് ശുക്രൻ എന്ന ഗ്രഹത്തെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിസുന്ദരമായ ഒരു വെള്ള നിറത്തിലുള്ള ഒരു ഗ്രഹമാണ്. സൗമ്യ ശീലൻ കൂടെയാണ് ഈ ശുക്രൻ എന്ന ഗ്രഹം. ഏത് രാശിയിലാണ് ശുക്രൻ ഉച്ചസ്ഥനാകുന്നത്? മീനം രാശിയിലാണ് ഉച്ചസ്ഥനാകുന്നത്. കന്നി രാശിയിലാണ് ശുക്രന് ഫലം തീരെ കുറവാകുന്നത്. ഇടവം തുലാം രാശികൾ ശുക്രന്റെ സ്വക്ഷേത്രങ്ങളാണ്. ഇതിന്റെ നിറം എന്ന് പറയുന്നത് വെള്ള നിറമാണ്, വജ്രമാണ്. ഇതിന്റെ രത്നം എന്ന് പറയുന്നത് വജ്രമാണ്. വളരെ സൗമ്യശീലനാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരു ശുഭഗ്രഹം കൂടെയാണ്. ഇപ്പൊ ഗുരുവും ശുക്രനുമാണ് ഗ്രഹങ്ങളിൽ ശുഭൻ. ചന്ദ്രനും ബുധനും അല്പം വ്യത്യാസം ഉണ്ടാവും. ചന്ദ്രന്റെ പക്ഷഫലം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുധനാണെങ്കിൽ പാപനോട് കൂടെ കൂടുമ്പോൾ പാപനാവുന്നു. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ശുഭഗ്രഹങ്ങൾ എന്ന് ജ്യോതിഷത്തിൽ പറയുന്ന 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശുക്രനും. ഒന്ന് ദേവഗുരുവായ ബൃഹസ്പതിയെയും ഒന്ന് അസുരഗുരുവായ ശുക്രാചാര്യരെയും. അപ്പൊ തീർച്ചയായിട്ടും ടെക്നിക്കൽ നോളേജ് എല്ലാം ധാരാളം അവർക്കുണ്ടാവും. കാരണം ശാസ്ത്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ശുക്രാചാര്യർ വളരെ ബൃഹസ്പതിയെക്കാളും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ശുക്രൻ എന്നുള്ള ഗ്രഹത്തിന്റെ പോസിറ്റീവ് ഗുണങ്ങൾ വരുമ്പോൾ അവർക്ക് ആ ടെക്നിക്കൽ നോളേജ് ധാരാളം ഉണ്ടാവും എന്നുള്ളതാണ്. 3 നക്ഷത്രങ്ങളാണ് ശുക്രന് പറഞ്ഞിട്ടുള്ളത്. പൂരം, പൂരാടം, ഭരണി. ഈ 3 നക്ഷത്രങ്ങളും ശുക്രന്റെ സ്വന്തം നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ 3 നക്ഷത്രങ്ങളിലും ഉള്ളവർക്ക് ഈ ശുക്രൻ എന്ന ഗ്രഹം എന്ന് തന്നെ എന്തുകൊണ്ടാണ് അതിനെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്? ഭൗതിക ജീവിതത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു സാങ്കല്പികം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. അസുരന്മാർ എപ്പോഴും ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് താല്പര്യം കാണിക്കുന്നത്. ദേവന്മാരാണെങ്കിൽ ജ്ഞാനത്തിലും. അതുകൊണ്ടാണ് ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി എന്നും അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ എന്നും പറയുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീട്, വാഹനം, അലങ്കാര വസ്തുക്കൾ ഇതെല്ലാം തന്നെ ശുക്രന്റെ കാരകത്വത്തിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 നക്ഷത്രങ്ങൾക്കും തീർച്ചയായിട്ടും അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ നിറം എന്ന് പറയുന്നതും കൂടുതലായിട്ടും വെളുത്ത നിറമുള്ളവരായിരിക്കും. ഇപ്പൊ ലഗ്നത്തിലൊക്കെ ശുക്രൻ വരികയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അലങ്കാരത്തിനായിരിക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെ സംഗീതം, ഡാൻസ്, നൃത്തം എന്നുള്ള ഭരതനാട്യം തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളും സിനിമ ഫീൽഡൊക്കെ ആണെങ്കിൽ അതിലും കൊറിയോഗ്രാഫി ചെയ്യുന്നതിലുമെല്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ ശുക്രനെ വെച്ചുകൊണ്ടാണ്. അപ്പൊ ശുക്രന്റെ ജാതകത്തിൽ ശുക്രന് ഫലമുണ്ടെങ്കിൽ ഇത്തരം ഫീൽഡുകളിൽ അവർ തിളങ്ങും എന്നുള്ളതിന് സംശയം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കാലപുരുഷന്റെ 3ാമത്തെ രാശിയാണ് ശുക്രനെ പറഞ്ഞിട്ടുള്ളത്. കാരകത്വത്തിൽ പറയുമ്പോൾ കർമ്മദോഷങ്ങളാണ് നാം മനസ്സിലാക്കുന്നത് DNA-യുടെ. DNA-യുടെ കർമ്മദോഷങ്ങൾ മനസ്സിലാക്കുമ്പോൾ 3ാം ഭാവം ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ജാതകം എടുക്കുകയാണെങ്കിൽ അതിൽ 3ാം ഭാവത്തില് തീർച്ചയായിട്ടും ശുക്രന്റെ കർമ്മദോഷമുണ്ട്. അപ്പൊ ഇത്തരം ജോലികളായിട്ട് അല്ലെങ്കിൽ ഇതിന് കഴിവുണ്ടോ, സംഗീതത്തിന് കഴിവുണ്ടോ, ഡാൻസിന് കഴിവുണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ആ 3ാം ഭാവവുമായിട്ട് നാം ചർച്ച ചെയ്യുമ്പോൾ
ഇനി അതിന്റെ നക്ഷത്രങ്ങളുണ്ട്, കർമ്മദോഷങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട്. അതിനു പുറമെ ഈ 3-ാം ഭാവം കൂടെ ഉണ്ട്. പിന്നെ ശുക്രൻ എന്നുള്ള ഗ്രഹം കർമ്മദോഷത്തിൽ പറയുമ്പോൾ മകം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മകം എന്നുള്ളത് ചന്ദ്രകർമ്മയിൽ വരുന്നതാണ്. അപ്പൊ ഏതാണ് വരുന്നത്? കർമ്മദോഷത്തെ കാണിക്കുന്നുണ്ട് എന്നുള്ളതും പറയും. ചന്ദ്രന്റെ കർമ്മദോഷമാണ്. നാം ജാതകത്തിൽ നോക്കുമ്പോൾ ശുക്രനെ അല്ല നോക്കേണ്ടത്. ശുക്രൻ എവിടെ നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ട്? ചന്ദ്രന്റെ കർമ്മദോഷമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി DNA പ്രകാരം ശുക്രന് കർമ്മദോഷങ്ങളുള്ള 3 നക്ഷത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നാം നാളെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.